നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ അംബാസഡറും ബിസിനസ് സെക്രട്ടറിയുമായിരുന്ന പീറ്റർ മാൻഡൽസനെ സംബന്ധിച്ച കേസിൽ പുതിയ വിവാദം. പീറ്റർ മാൻഡൽസനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരം ചോർന്നതിലാണ് പുതിയ വിവാദം ഉണ്ടായിട്ടുള്ളത്. വിവരം ചോർന്നതിനെ തുടർന്ന് മെട്രോപൊളിറ്റൻ പോലീസ് കോമൺ സ്പീക്കർ ലിൻസെ ഹോയിലിനോട് ക്ഷമാപണം നടത്തി. അന്വേഷണത്തിനിടെ ലഭിച്ച വിവരങ്ങളുടെ ഉറവിടം സമ്മതം കൂടാതെ വെളിപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. മാൻഡൽസൺ രാജ്യം വിടുവാൻ സാധ്യതയുണ്ടെന്ന വിവരമാണ് സ്പീക്കർ പോലീസിന് കൈമാറിയതെന്ന് ലിൻസെ ഹോയൽ എംപിമാരോട് സ്ഥിരീകരിച്ചു. തനിക്ക് ലഭിച്ച വിവരം ഉത്തരവാദിത്തത്തോടെ പോലീസിന് നൽകിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇത് മാധ്യമങ്ങളിൽ വന്നതിൽ ഖേദമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാൻഡൽസൺ രാജ്യത്ത് നിന്ന് വെർജിൻ ദ്വീപുകളിലേക്ക് രക്ഷപ്പെടുവാൻ പദ്ധതിയിടുന്നുവെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിവരം സ്പീക്കർ തന്നെയാണ് കൈമാറിയതെന്ന് കസ്റ്റഡി രേഖയിൽ തെറ്റായി പരാമർശിച്ചതാണ് വിവാദത്തിന് ഇടയാക്കിയത്. പലസ്തീൻ ആക്ഷനെ ഭീകരവിരുദ്ധ നിയമങ്ങൾ പ്രകാരം നിരോധിച്ച സർക്കാരിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുവാൻ ഹോം സെക്രട്ടറിക്ക് അനുമതി ലഭിച്ചു. ബുധനാഴ്ച ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് കേസിനെ അപ്പീൽ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നും പുതിയ വാദം തീരുവോളം നിരോധനം തുടരുമെന്നും വ്യക്തമാക്കി. ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ പങ്കാളികളാണെന്ന് കരുതുന്ന സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നേരിട്ടുള്ള പ്രതിഷേധ സംഘടനയാണ് പാലസ്തീൻ ആക്ഷൻ. അതിനാൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ഭീകരപ്രവർത്തനത്തിനായി കണക്കാക്കാൻ ആവശ്യമായ സ്ഥിരത കൈവരിച്ചിട്ടില്ലെന്ന് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ ഹോം സെക്രട്ടറി അപ്പീൽ നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം നിരോധനം തുടരുന്നതിനാൽ നിരോധനത്തിന് ശേഷം പാലസ്തീൻ ആക്ഷനെ പിന്തുണച്ചെന്നാരോപിച്ച് അറസ്റ്റിലായ 2500-ലധികം പേരുടെ കേസുകളുടെ ഭാവി അനിശ്ചിതത്തിലാണ്. 500-ലധികം പേർക്ക് ഭീകരവിരുദ്ധ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം കേസെടുത്തിട്ടുമുണ്ട്. പരമാവധി 6 മാസം തടവാണ് ശിക്ഷയായി ലഭിക്കുന്നത്. പ്രധാനമന്ത്രി കെ സ്റ്റാമർ ഇന്ന് രാഷ്ട്രീയ പരീക്ഷണത്തെ നേരിടും. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ ഗോൾഡൻ ആൻഡ് ഡെന്റൽ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സർവേകൾ പ്രകാരം സ്റ്റാമറുടെ ലേബർ പാർട്ടി, ജനകീയ വലതുപക്ഷ പാർട്ടിയായ റിഫോം UK, ഇടതുപക്ഷ നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഗ്രീൻ പാർട്ടി ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് എന്നിവർക്കിടയിൽ കടുത്ത പോരാട്ടമാണ് നടത്തുന്നത്. ഫലം പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ വൻ വിജയം നേടിയിരുന്ന ഈ സീറ്റ് നിലവിലെ MP രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവിലാണ്. സമീപകാലത്ത് നയപരമായ യുടേണുകളും മുതിർന്ന ലേബർ നേതാവ് പീറ്റർ മാൻഡൽസനെ അംബാസഡറായി നിയമിച്ചതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. തിങ്കളാഴ്ച പ്രതീക്ഷിത സന്ദർശനവുമായി മണ്ഡലത്തിലെത്തിയ സ്റ്റാമർ ഈ ഉപതെരഞ്ഞെടുപ്പ് ലേബറിനും റിഫോം UKയ്ക്കുമിടയിലെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണെന്ന സന്ദേശം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രമുഖ റീറ്റെയിൽ കമ്പനി ജോൺ ലോയിസ് ഹൌസ് ബിൽഡിംഗ് ബിസിനസ് അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. 3 സൈറ്റുകളിലായി 1000 വീടുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതിയും കമ്പനി റദ്ദാക്കി. 2020-ൽ റെസിഡൻഷ്യൽ ഡെവലപ്മെന്റ് മേഖലയിലേക്ക് കടന്നപ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ ഇപ്പോൾ മാറിയതായി കമ്പനി വ്യക്തമാക്കി. കടപ്പത്ര പലിശയും നിർമ്മാണ ചെലവും ഗണ്യമായി ഉയർന്നതാണ് ഇത് പ്രധാന കാരണമായി പറയുന്നത്. ഇതോടൊപ്പം പ്രോപ്പർട്ടി മാനേജ്മെന്റ് രംഗത്ത് നിന്നും കമ്പനി പിന്മാറും. നിലവിലുള്ള 4 റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകൾ അവസാനിക്കുന്നതോടെ ആ വിഭാഗവും അടയ്ക്കും. ലണ്ടനിൽ ഹൌസിംഗ് ഡെവലപ്മെന്റ് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും നിർമ്മാണ ചെലവിലെ വർധനവ്, ലണ്ടൻ ഫ്ളാറ്റുകൾക്കുള്ള കുറഞ്ഞ ആവശ്യം, ഗ്രെൻഫെൽ ദുരന്തത്തിന് ശേഷമുള്ള കർശന നിയമങ്ങൾ, പ്ലാനിംഗ് അനുമതി ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ഉയർന്ന പലിശ നിരക്കുകൾ തുടങ്ങിയവയാണ് ഈ മേഖലയെ ബാധിച്ച ഘടകങ്ങളായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ പ്രധാന വ്യാപാര മേഖലകളിൽ കൂടാതെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് കമ്പനിയുടെ തീരുമാനം. റോക്ക് സംഗീത ചരിത്രത്തിലെ ഐക്കോണിക് ആൽബം കവറുകളിൽ ഒന്നിന് പിന്നിലെ അത്ഭുത ചിത്രം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ ശ്രദ്ധയാകർഷിക്കുന്നു. ബ്രിട്ടീഷ് റോക്ക് ബ്രാൻഡ് ലെഡ് സാപ്ലിംഗിന്റെ പ്രശസ്ത ആൽബം ലെഡ് സാപ്ലിംഗ് 4ന്റെ കവറിന് പ്രചോദനമായ വിക്ടോറിയൻ കാലഘട്ടത്തിലെ അപൂർവ ചിത്രമാണ് 16,000 പൌണ്ട് ലേലത്തിൽ വിറ്റുപോയത്. ബ്രിട്ടീഷറിൽ നിന്നുള്ള താച്ചർ ലോട്ട്ലോങ് എന്ന വ്യക്തിയുടെ പഴയകാല ചിത്രമാണ് പിന്നീട് റോക്ക് സംഗീതത്തിന്റെ ശാശ്വത പ്രതീകമായി മാറുന്നത്. സ്റ്റെയർവേ ടു ഹെവൻ ഉൾപ്പെടെയുള്ള ഹിറ്റുകൾ അടങ്ങിയ ആൽബത്തിന്റെ കവറിന് പിന്നിലെ ചിത്രത്തിന് വീണ്ടും ആരാധകരെ അതിശയിപ്പിക്കുകയാണ്. വെസ്റ്റ് സസെക്സിലെ ഹോക്ഷമിൽ നടന്ന ലേലത്തിൽ ചിത്രം പ്രതീക്ഷിച്ചതിലും അധികം വില നേടി. ആൽബം കവറിന്റെ കഥയും അത്രമേൽ കൌതുകകരമാണ്. ഗായകൻ റോബർട്ട് പ്ലാന്റ്, ഗിറ്റാറിസ്റ്റ് ജിമ്മി പേജിയുടെ ബാക്ക്ഷയറിലെ വീടിന് സമീപമുള്ള ഒരു പുരാവസ്തു ഷോപ്പിൽ നിന്നാണ് ഈ ചിത്രം കണ്ടെത്തുന്നത്. പിന്നീട് ആ ഫോട്ടോ ആൽബമായി രൂപാന്തരപ്പെടുത്തി ഇതോടെ ഒരു സാധാരണ വിക്ടോറിയൻ
ചിത്രം ലോക പ്രശസ്ത സംഗീത പ്രതീകമായി മാറുന്നു. ഈ ചിത്രത്തിന്റെ ഏറ്റവും പഴയ പകർപ്പ് ഇപ്പോഴും ബിൽഷെയർലി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നിർണായക ജയവുമായി ന്യൂസിലാൻഡ്. 61 റൺസിന്റെ വിജയമാണ് കിവികൾ നേടിയത്. ജയത്തോടെ കിവികൾ സെമി സാധ്യത സജീവമാക്കിയപ്പോൾ ആതിഥേയരായ ശ്രീലങ്ക ലോകകപ്പിൽ നിന്നും പുറത്തായി. അതേസമയം T20 ലോകകപ്പിലെ നിലവിലെ ജേതാക്കളായ ഇന്ത്യയ്ക്ക് ഇന്ന് നിർണായക പോരാട്ടമാണ്. സൂപ്പർ 8ലെ രണ്ടാം മത്സരത്തിൽ സിംബാബ്വെയാണ് ഇന്ത്യ ഇന്ന് നേരിടുന്നത്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയം ഇന്ത്യയുടെ സെമി സാധ്യതകൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. സിംബാബ്വെക്കെതിരെ വലിയ മാർജിനുള്ള വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യയെ തുണയ്ക്കുകയുമില്ല. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം ഉറപ്പാക്കുന്നതിനും പ്രവാസ ലോകത്ത് നിന്ന് വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി LDF UK അയർലൻഡ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ലോകമാതൃകയായ കേരളത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പ്രവാസി വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുവാനുമാണ് ഈ സംവിധാനം ലക്ഷ്യമിടുന്നത്. CPIM സാർവദേശീയ ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്, പ്രവാസി കേരള കോൺഗ്രസ്, CPI, കൈരളി UK, ക്രാന്തി അയർലൻഡ്, ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്നാണ് സമിതിക്ക് രൂപം നൽകിയത്. UKയിലെയും അയർലൻഡിലെയും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ രാജേഷ് കൃഷ്ണയെ കൺവീനറായും ജിജോ അഴയത്ത്, ഷിനിത് AK എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും തെരഞ്ഞെടുത്തു. യോഗത്തിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ജനീഷ് നായർ, ഷൈൻമോൻ തോട്ടുങ്കൽ, ജിജോ അരയത്ത്, നവീൻ ഹരി, ബിജു ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഡാർട്സെറ്റ് യൂത്ത് ക്ലബ് സംഘടിപ്പിക്കുന്ന ഓൾ UK റമ്മി ടൂർണമെന്റ് സീസൺ 4 മാർച്ച് 14 ശനിയാഴ്ച ബൌൺമൌത്ത് കിൻസൺ കമ്മ്യൂണിറ്റി സെന്ററിൽ നടക്കും. രാവിലെ 10:30 മത്സരങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 4 മണി മുതൽ ബെല്ലി ഡാൻസ്, DJ മ്യൂസിക്, ഗാനമേള, ഫേസ് പെയിന്റിംഗ് തുടങ്ങി നിരവധി വിനോദ പരിപാടികളും അരങ്ങേറും. കൂടാതെ കേരള രുചി വൈവിധ്യങ്ങൾ ഒരുക്കി കേരള ഫുഡ് കൌണ്ടറും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം തികച്ചും സൌജന്യമായിരിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.